ഏറ്റവും കൂടുതൽ മനുഷ്യർ മതം ഉപേക്ഷിക്കുന്ന രാജ്യം ഇന്ത്യയാവാനാണ് സാധ്യത. ഇപ്പം നമ്മുടെ നാട് പോലെ നമ്മുടെ കേരളം, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞൂടെ? നമ്മുടെ നാട് ഇതേ അവസ്ഥയിലേക്ക് വരും. എന്തുകൊണ്ട്? മതനേതൃത്വം മുഴുവനും വഹാബിസത്തിന് കീഴ്പ്പെട്ടു പോയി. മതനേതാക്കന്മാർ വഹാബിസത്തിന് കീഴ്പ്പെട്ടു. അതായത് മതനേതാക്കന്മാരിലെ മുകൾ തട്ട്, പ്രത്യേകിച്ച് സമൂഹം എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു ജനതയാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാരുടെ മുകൾ തട്ട് വഹാബിസത്തിന് വഴിപ്പെട്ടു. കോർപ്പറേറ്റുകളുടെ കൂട്ടുകാരുമായി. കോർപ്പറേറ്റുകളുടെ മതം എപ്പോഴും വഹാബിസായിരിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾ മുഴുവനും ഇപ്പോൾ അഴിഞ്ഞാടുന്നത് വഹാബി രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരുടെ മതം പൊതുവായി ഒരു വഹാബിസായിരിക്കും. നമ്മുടെ സയ്യിദന്മാരുടെ നേതാക്കൾ മുഴുവനും കോർപ്പറേറ്റുകളുടെ അടിമകളാണ്. അല്ലാത്ത നിലയിലും വഹാബിസം അവരെ സ്വാധീനിച്ചു. അപ്പോൾ അതിശക്തമായി വഹാബിസം സ്വാധീനിച്ചവരാണ് നമ്മുടെ സയ്യിദന്മാരുടെ മുകളിലുള്ള ആളുകൾ. യൂത്തിൽ ലിബറലിസ്റ്റുകളുമാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇന്ന് മലയാളക്കാർ. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവരെ നേതൃസ്ഥലങ്ങളിൽ നിന്ന് താഴെ ഇറക്കി വെക്കാൻ സുന്നി പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അതിന് കഴിയൂല. എന്തുകൊണ്ട്? കെട്ടുപാടുകൾ. സുന്നികളുടെ അടിയന്തരമായി കഴിഞ്ഞു. സുന്നികൾക്ക് ഇനി അടിയന്തരം ഉണ്ടാവുള്ളൂ. യാതൊരു സംശയം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും, പക്ഷെ അതേ നടക്കൂ. എന്തുകൊണ്ട്? മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ്, കടുത്ത വഹാബികളാണ്. പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നേ ഉള്ളൂ. 1. 2, അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ 90% പെണ്ണുങ്ങളും പക്ക വഹാബിച്ചികളാണ്. നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെന്നെ നോട്ടിക്കളി. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങളും വഹാബിച്ചികളാണ്. ആർക്ക് തെറ്റ് പറ്റി? തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റെന്നേ മനസ്സിലാക്കണ്ടുള്ളൂ. അതന്ന് വന്നു ഇന്ന് വന്നു അങ്ങനെ ഉണ്ട്. അല്ല, മൂത്താപ്പാൻ്റെ കാലത്ത് തന്നെ ഓരോ കിട്ടിയതാണ്. ആ ജാതി ഭർത്താൻ മൂത്താപ്പാക്ക് തെറ്റ് പറ്റൂല എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടാകണം. അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂല എന്നേ ഇസ്ലാമിലുള്ളൂ. പിന്നീട് ആർക്കും തെറ്റുപറ്റാം. ഇപ്പം നമ്മൾക്ക് എന്താണ് സിദ്ദീഖുൽ അക്ബർ തെറ്റ് പറ്റിയാലും പിന്നീടുള്ള മൂല്യന്മാർക്ക് തെറ്റ് പറ്റൂല എന്നപ്പം നമ്മളെ വാദം. അതിൽ പുതിയ വാദം ഇറങ്ങി വന്നതാണ്. സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിച്ചാലും നമ്മളുടെ ഈ അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ, ഈ പ്രത്യേകിച്ച് വിഭജനത്തിന് ശേഷം 2 സുന്നികൾ വിഭജിക്കപ്പെട്ടതിന് ശേഷം മരിച്ച ഒരു നേതാവിന് തെറ്റുപറ്റിയെന്ന് 2 കൂട്ടം സമ്മതിക്കൂല. അത് മതവിരുദ്ധമായ ചിന്താഗതിയാണ്. ഏതൊരാൾക്കും തെറ്റും. കണ്യത്തിന് മാല്യമാണ് തെറ്റുപറ്റി കൂടെ തെറ്റുപറ്റ. പക്ഷെ കണ്യത്തിന് തെറ്റ് പറ്റിയെന്ന് ഇപ്പോൾ ഒരു വിളിച്ചാൽ ഇവിടെ കത്തും. അതിന് കാരണം മതമല്ല, പക്ഷപാതിത്വമാണ്. അപ്പം മതം എന്ന പേരിൽ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന മതമല്ല, പക്ഷപാതിത്വമാണ്. ഞാൻ കണ്യത്തിന് ഉദാഹരണം പറഞ്ഞത് കത്തിൽ കുറച്ച് കുറക്കാനാണ്. എൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഞങ്ങൾ അതിനേക്കാൾ കത്തും. അത് മതല്ലടോ. ഇപ്പം ഈ വഹാബി, ഈ സയ്യിദന്മാരൊക്കെ തറവാട്ടിലുള്ള 90% വഹാബി പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ കെട്ടിയത് കുറച്ച് മുമ്പാണല്ലോ. അന്ന് മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ, വലാപ്പ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ മൂത്താപ്പക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്കുണ്ടോ? ഇവിടെ തെറ്റ് പറ്റാൻ പാടില്ലാത്ത ഒറ്റ ആളേ ഉള്ളൂ. അതാരാ? മുഹമ്മദ് മുസ്തഫ. പിന്നുള്ള ആർക്കും തെറ്റ. അയ്യോ, സുന്നികൾ എന്ന് പറഞ്ഞ പമ്പര വിഡ്ഢികൾ, ഭൂലോകത്തെ വിഡ്ഢികളാണ് സുന്നികൾ. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുന്നികൾ, പ്രത്യേകിച്ച് മലബാറിലെ സുന്നികൾ. എന്തുകൊണ്ട്? അവർ ഇസ്ലാമിലില്ലാത്ത ധാരണകൾ വെച്ച് പുലർത്തുകയാണ്. അപ്പോൾ കണ്യത്തിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞാടും. അതുകൊണ്ട് കണ്യത്ത് താഴ്ത്തു പോകും. കണ്യത്ത് മാൻ തന്നെ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ചില നിലപാടുകളിൽ അവർക്ക് എന്ത് വന്നിട്ടുണ്ടാകാം? അബദ്ധങ്ങൾ, ശ്രദ്ധയില്ലായ്മകൾ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് സംഭവിച്ചത്. ചില ന്യായങ്ങളാണ്. എന്ത് പറയുന്നറിയോ?
ഇന്ന് നമ്മളെ സയ്യിദന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സയ്യിദന്മാരെ വഹാബിസം ഭരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന, അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നവരെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ്? പക്ക ജുമാക്ക് പോകുന്ന വഹാബികൾ. ഈ പുതിയ തലമുറയിലെ പുതിയ പാവപ്പെട്ട കുട്ടികളാണ്. അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ അവരെന്തുകൊണ്ടാണ് സ്ത്രീകൾ ജുമാക്ക് പോകാൻ പാടില്ല, പോകേണ്ടതില്ല, അല്ലെങ്കിൽ അത് സുന്നികളുടെ വീക്ഷണം, പാരമ്പര്യ മുസ്ലിമീങ്ങൾ, പാരമ്പര്യമാണ് എന്തിനേക്കാളും പ്രധാനം. പ്രമാണങ്ങളല്ല. പ്രമാണങ്ങളിൽ ആർക്കും പഴക്കാം, പാരമ്പര്യത്തിൽ പഴക്കൂല. പ്രമാണത്തിന് പോലും പ്രമാണം അതാണ്. അവിടെയാണ് പേച്ച്, അവിടെയാണ് വഹാബികൾക്ക് വെച്ച്. പ്രമാണത്തിനൊരു പ്രമാണമുണ്ട്. ഇപ്പോൾ ചേകനൂരിൻ്റെ മുന്നിൽ പ്രമാണം ഉണ്ടല്ലോ, എന്തില്ല? പാരമ്പര്യം എന്ന പ്രമാണമില്ല. 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്നതിന് ചേകനൂർ ഓതിയത് ആയത്താണ്. ഇത് പ്രമാണമാണ് ആർക്ക്? ചേകനൂരിന്. പക്ഷെ ഏത് പ്രമാണമില്ല? പാരമ്പര്യം എന്ന പ്രമാണമില്ല. അവിടെ പേച്ച്. അപ്പം ഈ മനസ്സിലാവേണ്ട പറഞ്ഞത്, ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട, അവർ കുട്ടികളാണ് ശരി. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു? അവരുടെ മാതാക്കളിൽ നിന്നും, മാതാമഹികളിൽ നിന്നും, കൂട്ടുകുടുംബാദികളിൽ നിന്നും, ഉമ്മാടെ കുടുംബത്തിൽ നിന്നും കണ്ടത് എന്താണ്? ജുമാക്ക് പോകുന്ന പെണ്ണുങ്ങളെയാണ്. അപ്പം ആ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായി എന്താണ് ഉണ്ടാവുക? പെണ്ണുങ്ങൾ ജുമാക്ക് പോകാതിരിക്കുക എന്നുള്ളത് പിന്നീട് ആരോ കടത്തിക്കൂട്ടിയ കാര്യമാണെന്ന് ആ കുട്ടികൾ ധരിച്ച. കുട്ടികൾ നിരപരാധിയാണ്. കുട്ടികൾ ആലോചിക്കാതെ മറുപടി, പണ്ഡിതോചിതമായി പറയേണ്ട മറുപടിയാണ് എന്നൊക്കെ പറഞ്ഞത് അതൊരു എഴുത്താണ്. അതൊരു മറുപടിയല്ല. എന്തുകൊണ്ട് മനസ്സിലായില്ലേ? കുട്ടികൾ അങ്ങനെ പറയും, കാരണം കുട്ടികളുടെ സാഹചര്യം അങ്ങനെയാണ്. ഈ സയ്യിദന്മാരെല്ലാം, നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സയ്യിദന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് 90% സയ്യിദന്മാരുടെയും ഭാര്യമാർ പക്ക വഹാബികളാണ്. അപ്പം അവരുടെ ഉള്ളിൻ്റെ എന്താണ്? വഹാബിസാണ്. അതങ്ങനെ കയറൂ. അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ. അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അതെന്തായി മാറി? ലിബറലിസം. നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വഹാബിസല്ല, ലിബറലിസാണത്. അപ്പം എന്താ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഇവരെ ഏറ്റിക്കൊണ്ടാണെന്ന് ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല. അതിന് അവരെ മാറ്റി നിർത്തണം. അവരെ ബഹുമാനിക്കും വേണം, അവരെ ബഹുമാനിക്കണം. ഞാൻ പക്ക വഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും? വഹാബിസം. അതിനെ നമ്മൾ സ്വീകരിക്കണ്ട, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ സയ്യിദന്മാരെ മുഴുവൻ ബഹുമാനിക്കണം. പക്ഷെ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത്. എന്തുകൊണ്ട്? അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വഹാബിസാണ്. അതിനെ ഇവരെ മാറ്റി നിർത്താൻ സമസ്ത പോലത്തെ സംഘടനകൾക്ക് നിലവിൽ കഴിയൂല. നിങ്ങൾ 460 കോടി പിരിച്ച് വോട്ടടക്കാൻ ശ്രമിക്കരുത്. അതൊരു വോട്ടടക്കലാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി, നിങ്ങളെ ഞങ്ങൾക്ക് പറ്റൂല. KM മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാ സംസ്ഥ. ആ KM മൗലവിയുടെ മനാഖിബ് പറയുന്ന ഗ്രന്ഥം സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കി എന്ന് പറയാൻ കഴിയണം. അത് കഴിയാത്ത കാലത്തോളം ഇവിടെ സുന്നി സത്യത്തെ തടഞ്ഞ് നിലനിർത്താൻ സമസ്തയെ പോലത്തെ സംഘടനകൾക്ക് കഴിയില്ല. ഒരു സുന്നി സംഘടനകൾക്ക് കഴിയില്ല. ഇപ്പോഴും അവർ മനാഖിബ് പാടുകയാണ്. ഈ വഹാബിസം ഇവരിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവരുടെ മാറ്റം പാടാണ്. അതിൽ ന്യായമില്ല. സയ്യിദന്മാരെയൊക്കെ ഒരു സയ്യിദിന് മറ്റൊരു സയ്യിദിനേക്കാൾ ഒരു പ്രത്യേകതയുമേ ഇല്ല. ഇല്ലാ ബിത്തഖ്വ. എല്ലാവരും സയ്യിദന്മാരാണ്. ആരാ സയ്യിദല്ല? സയ്യിദായതെല്ലാം തൊട്ടപ്പുറത്ത് 4 ഫർലാങ് അപ്പുറത്ത് ഒരു ചായപ്പീടിക നടത്തുന്ന സയ്യിദും നിങ്ങളിപ്പോൾ കയ്യ മുത്തിയ സയ്യിദും തമ്മിൽ ഒരു വ്യത്യാസമില്ല.
അവരെല്ലാം ഔലാദു ഫാത്തിമ. മറ്റത് റഹ്ബാനിയത്താണ്, പൗരോഹിത്യം. മനസ്സിലായില്ല? ഇന്നാലിൻ്റെ കുടുംബത്തിലെ സയ്യിദന്മാർ മഹാന്മാരാണ്, മറ്റൊക്കെ സാധാരണ സയ്യിദന്മാരാണ് എന്നാണ് ഇന്ന് നിങ്ങൾ സമസ്തയടക്കം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അത് പുറത്ത് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് പോലും ഒരു സമ്മേളനത്തിൽ അതൊരു പ്രത്യേക സയ്യിദ് കുടുംബമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജഹിലാണ്, അത് റഹ്ബാനിയത്താണ്, അത് ദീനല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് സാധുക്കൾ ധരിക്കും. ഇപ്പം നിലവിൽ വളർന്നു വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സുന്നീന്ന് പറഞ്ഞ് മേലെ നടക്കുന്നവരെ ഇവരെ ബഹുമാനിക്കാണ്, ഇവരിലൂടെ വഹാബിസം പുറത്തേക്ക് വരുന്നുണ്ട് ആവുകയാണ്. അപ്പോൾ പിന്നെ പുതിയ യൂത്തിൻ്റെ മതം വഹാബിസാവും, അല്ലെങ്കിൽ ലിബറൽ വഹാബിസാവും. എങ്ങനെ നമുക്ക് ഈ അരുതേന്ന് പറയേണ്ടതിനോട് അരുതേന്ന് പറയാത്ത കാലത്തോളം ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ മുന്നോട്ട് കഴിയില്ല. മറ്റു പലതുമായി മുന്നോട്ട് പോകാം. അത് വളരെ നിങ്ങൾ ഗൗരവമുള്ള സത്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഞാനൊരു ഇൻ്റർവ്യൂമേൽ വർത്താനം പറയല്ല. അതൊക്കെ ചെറിയ കുട്ടികളാണ്. പക്ഷെ ആ കുട്ടികളുടെ മതം ലിബറലിസമാണ്. അവരുടെ അകത്തളത്തിൽ അവർ കെട്ടത് ആ ലിബറലിസത്തിൻ്റെ ഒരു പൂർത്തീകരണമാണത്. എന്ത്? പെണ്ണുങ്ങൾക്ക് ജുമാക്കാൻ പാടില്ല, അവരെ കൊണ്ടുപോകില്ല എന്ന സുന്നി രീതി. ഇപ്പോൾ ചില ആളുകൾ അതിനെ പറയാണ് നിരുപാധികം പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിരുപാധികം ഉപാധികം എന്നതിനൊന്നും നമ്മളെ പെണ്ണുങ്ങൾ പണ്ട് കാലം മുതൽ എന്തിലില്ല, ജുമാക്കോ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരാൾ എഴുതിയേക്കാണ് നിരുപാധികം ജുമാക്ക് പോകരുത് എന്ന വാദമൊന്നും ഇസ്ലാമിലില്ല. നിരുപാധികം ഉപാധികം എന്നൊക്കെ പറഞ്ഞ കടലാസിലാണ്. ജനം നിരുപാധികാണെങ്കിലും ഉപാധികാണെങ്കിലും സ്വാഭാവികാണെങ്കിലും ജനങ്ങൾ എന്തിന് നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കൂല. മലയാളക്കര കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ സെയ്ദുമാരിൽ ഒരാളാണ് നമ്മൾ കണക്കാക്കുന്ന ഒരു സെയ്ദാണല്ലോ ബാഫിക്ക് തങ്ങൾ. അവർക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു, ജുമാക്കൂല്ല. അവരെ മക്കളിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കല്യാണം കഴിച്ചത്. അത് ആബിദത്തും സ്വാലിഹത്തും ആയിരുന്നു. അവർ മരിച്ചിട്ടൊരു ഫോട്ടോ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. ആ മഹദി, അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ, ആ മഹദി മരിച്ചിട്ടൊരു ഫോട്ടോ പത്രക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു ഫോട്ടോ, ഒരു അച്ഛൻ്റെ ഫോട്ടോ വരെ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മതയിലാണ് ആ മഹദി ജീവിച്ചത്. ജീവിതത്തെ ഒരു ജുമാക്ക് പോയിട്ടില്ല. അവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം തന്നെ പെണ്ണ് ജുമാക്ക് പോകാത്ത, ജമാഅത്തിന് പോകാത്ത മതമാണ്. ഏത് മതം? സുന്നി മതം. അതാണ് സുന്നി ഇസ്ലാം. അതാണ് 1400 കൊല്ലം. അത് ഇനി അതിൽ സീല് വെച്ചതിൽ പുറത്തി തുറക്കാൻ നിരുപാധികോ സ്വാഭാവികോ ഇതൊക്കെ കടലാസിലെ വർത്തമാനങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പോയോ ഇല്ലേ, അത്രേ ഉള്ളൂ. പോയോ ഇല്ല. ഈ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. സുന്നി പെണ്ണുങ്ങൾ പോയോ ഇല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിൻ്റെ മുകളിൽ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിൻ്റെ നൂറ്റാണ്ടിൽ പോയോ ഇല്ല. ഇല്ല 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 ഇല്ല. ഇത് 15-ാം നൂറ്റാണ്ടാണല്ലോ. അപ്പം നമ്മൾ കടലാസിൽ എന്ത് എഴുതി വെച്ചാലും നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കും ജമാഅത്തിനും പോകില്ല. നമ്മൾ ലോകം കണ്ട മഹാന്മാർ നമ്മൾ ആയുസ്സിൽ കടന്നു പോയിട്ടുണ്ട്. അവർ സയ്യിദന്മാരുമാണ്. അവരുടെ ഭാര്യമാർ ലോക അറിയപ്പെട്ട സയ്യിദന്മാരെ പെണ്ണുങ്ങളാണ്. അത്രയും മഹതികൾ ആ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയവും ഇല്ല. എന്നിട്ടും അവർ എന്തിനു പോയിട്ടില്ല? ജുമാക്ക് പോയിട്ടില്ല. ജുമാക്ക് അതൊരു രീതിയല്ല. ഒരു നന്മ നടക്കുന്നിടത്ത് അവർ പോകണം, അതിന് പോയിച്ചിട്ടുണ്ട്. നമ്മുടെ അരയിടത്ത് പാടത്തെ പന്തലിൽ ക്ലാസ് തീരുന്നവരെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവർ ഇരുന്ന് ക്ലാസ് കേട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആര്? ഷെരീഫ ഫാത്തിമ ബീവി. ആരുടെ മകൾ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകൾ. ആരുടെ ഭാര്യ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ. റമദാനിൽ നമ്മളെ ക്ലാസ്സിന് വന്ന് ഇരുന്നിട്ട് കഴിയണത് വരെ ശിഹാബ് തങ്ങൾ അവരെയും കൊണ്ടുവന്നു.
എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ സന്തോഷം രണ്ടാൾ കാർ കയറിപ്പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഈ ശാബുദങ്ങൾ കാർ കയറ്റിയിട്ട് എന്തിനുണ്ടായിട്ടില്ല, ജുമയ്ക്ക് കൊണ്ടിട്ടില്ല. അവർ നമ്മളെ കണ്ട കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദുമാണ്. ഈ പെണ്ണിൻ്റെ വാപ്പ, ഈ മഹദിയുടെ വാപ്പ മലയാളക്കര കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മഹാനാണ്. മഹാൻ വ്യക്തിവിദ്യരാണ് പറയണത്, കുടുംബമല്ല പറയണത്, തറവാടല്ല പറയണത്. ആ മഹാനാണ്. എന്നിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതല്ലേ നമ്മളെ രീതി. അപ്പം ഞാൻ അതിലെ വാതിൽ പൊട്ടിക്കാൻ പാടില്ല. ഭരണിയിൽ അടച്ച് ഭദ്രമാക്കിയ ഭൂതത്തിനെ പിന്നെ പുറത്തെടുക്കാൻ പാടില്ല. അത് അടച്ചു പോയതാണ്. നമ്മളെക്കാൾ ഉത്തമരായ ആളുകൾ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴുള്ള ഈ താല്പര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ്? വഹാബി ദീനാണ്. അവരുടെ ഉമ്മ വഴിയും കുടുംബം വഴിയൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കി. ആ സയ്യിദിനെ നമ്മൾ അവമതിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. ആ സയ്യിദന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ നിലപാടിൽ പറ്റൂല. നമ്മൾ സുന്നികളാണ്, നിങ്ങൾ വെള്ളം ചേർക്കപ്പെട്ടു പോയി, ഞങ്ങളെ നമുക്ക് മുന്നിൽ നിർത്താൻ പറ്റൂല. നിങ്ങൾ വഹാബി ആയാലും വേണ്ടില്ല, നിങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ വഹാബി നിക്കിൻ്റെ കെ എം മൗലവിയുടെ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും വേണ്ടില്ല, അത് പ്രകാശനം ചെയ്താലും വേണ്ടില്ല, ഉദ്ഘാടനം നിങ്ങൾ തന്നെയെന്ന് പറയണത് അത് ദുനിയാവ് എന്നതിന് പറയാം, ദീന് എന്ന് പറയില്ല.